2024 ഡൽഹിയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മെയ് 25 ഒറ്റഘട്ടമായി നടക്കാനിരിക്കുകയാണ്. 1998 മുതൽ നടന്ന തിരഞ്ഞെടുപ്പുകളിൽ ഡൽഹി ആർക്കൊപ്പം നിന്നോ അവരുടെ സർക്കാരാണ് രാജ്യം ഭരിച്ചത്. കഴിഞ്ഞ 2 തവണയും ഡൽഹിയിലെ 7 അസംബ്ലി മണ്ഡലങ്ങളിലെ സീറ്റും ബിജെപിക്ക് ലഭിച്ചു. 2009 മുഴുവൻ സീറ്റിലും 2004 6 സീറ്റിലും വിജയം കോൺഗ്രസിനായിരുന്നു. 2019 ബിജെപി, കോൺഗ്രസ്, ആം ആദ്മി പാർട്ടി ത്രികോണ മത്സരത്തിനാണ് ഡൽഹി സാക്ഷ്യം വഹിച്ചതെങ്കിൽ ഇക്കുറി രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറി. ആഭ്യന്തരം ഉൾപ്പെടെ ഏറെ മേഖലകൾ കേന്ദ്ര സർക്കാരിന്റെ കീഴിലായതിനാൽ കേന്ദ്രം ആര് ഭരിക്കാൻ പോകുന്നുവെന്നത് കേന്ദ്രഭരണ പ്രദേശമായ ഡൽഹിക്ക് ഏറെ നിർണായകമാണ്. ആം ആദ്മി പാർട്ടി സംസ്ഥാനത്ത് അധികാരത്തിലുണ്ടെങ്കിലും അരവിന്ദ് കെജ്രിവാളിന്റെ ആം ആദ്മി പാർട്ടിക്ക് നിലവിൽ ലോക്സഭയിൽ എംപിമാരില്ല. പഞ്ചാബിലെ ജലന്ധറിൽ നിന്നുള്ള ഏക എംപി സുശീൽ കുമാർ റിങ്കു ആയിരുന്നു. അദ്ദേഹം അടുത്തിടെ ബിജെപിയിൽ ചേർന്നു. അതേസമയം മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ആകട്ടെ ED കേസിൽ ജയിലിലും. ഒരു കാലത്ത് ഡൽഹിയിൽ സമ്പൂർണ്ണ വിജയം നേടിയ കോൺഗ്രസിന് നഷ്ടപ്പെട്ട പ്രതാപം തിരിച്ചുപിടിക്കാനുള്ള പോരാട്ടം കൂടിയായി മാറും ഈ തെരഞ്ഞെടുപ്പ്. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലാകട്ടെ ബിജെപിക്ക് സമ്പൂർണ്ണ വിജയമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തവണയും നല്ല ആത്മവിശ്വാസത്തിലാണ് ബിജെപി. ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും സഖ്യത്തിലാണ് മത്സരിക്കുന്നത്. അതോടെ NDAയും ഇന്ത്യ മുന്നണിയും നേരിട്ടുള്ള പോരാട്ടമായി മാറി. 3ാം തവണയും രാജ്യതലസ്ഥാനത്ത് സമ്പൂർണ്ണ വിജയം നേടാനാണ് ബിജെപിയുടെ ശ്രമങ്ങൾ. ആം ആദ്മി പാർട്ടി സർക്കാരിനെതിരെ അഴിമതി ആരോപണങ്ങൾ നിരത്തിയായിരുന്നു സംസ്ഥാനത്ത് ബിജെപിയുടെ പ്രചാരണം. കേജ്രിവാളിന്റെ അറസ്റ്റും ബിജെപി ആയുധമാക്കുന്നു. മോദി ഗ്യാരന്റിയും പ്രവർത്തകർ പ്രചാരണമാക്കുന്നുണ്ട്. അതേസമയം 2009 തിരഞ്ഞെടുപ്പിന് ശേഷം സംസ്ഥാനത്ത് ക്ഷീണാവസ്ഥയിലാണ് കോൺഗ്രസ്. പലതവണ സംസ്ഥാനത്തെ മുഴുവൻ സീറ്റുകളിലും വിജയിച്ച കോൺഗ്രസിന് 2009 ശേഷം അത് തുടരാൻ ആയിട്ടില്ല. 2019 തിരഞ്ഞെടുപ്പിൽ ഡൽഹിയിൽ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും ചേർന്ന് നേടിയതിനേക്കാളും കൂടുതലായിരുന്നു ബിജെപിയുടെ വോട്ട്. ആം ആദ്മി പാർട്ടിയുമായി കൈകോർത്തതിന്റെ കോലാഹലം കോൺഗ്രസിൽ ഇപ്പോഴും തുടരുന്നു. അതേ തുടർന്ന് കോൺഗ്രസ് പാർട്ടി സംസ്ഥാന അധ്യക്ഷനും മുൻ മന്ത്രിയുമായ അരവിന്ദർ സിംഗ് ലവ്ലി ഉൾപ്പെടെ നിരവധി പേർ രാജിവെച്ചിരുന്നു. കോൺഗ്രസിനെതിരെ വ്യാജ അഴിമതി ആരോപണങ്ങൾ അഴിച്ചുവിട്ട ആം ആദ്മി പാർട്ടിയുമായി സഖ്യമുണ്ടാക്കിയത് ശരിയല്ലെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെക്ക് നൽകിയ രാജിക്കത്തിൽ അരവിന്ദ് സിംഗ് ലവ്ലി പറഞ്ഞു. 2017 കോൺഗ്രസ് വിട്ട് ബിജെപിയിൽ ചേർന്ന അരവിന്ദ് സിംഗ് ലവ്ലി 2018 തിരിച്ചെത്തിയത്. ഡൽഹിയിൽ നില മെച്ചപ്പെടുത്താൻ സഖ്യം ആവശ്യമാണെന്ന തിരിച്ചറിവിലാണ് ആം ആദ്മി പാർട്ടിക്കൊപ്പം നിൽക്കാൻ കോൺഗ്രസ് നേതൃത്വം തീരുമാനിച്ചത്. ക്ഷേമ പദ്ധതികളിലൂടെ നഗരവാസികളുടെ കയ്യടി നേടിയ ആം ആദ്മി പാർട്ടിയെ കടുത്ത പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് മദ്യനയ അഴിമതി കേസും അതിനു പിന്നാലെ അരവിന്ദ് കെജ്രിവാളിന്റെ അടക്കം അറസ്റ്റുമെത്തിയത്. മദ്യനയ അഴിമതി വിഷയത്തെ ഡൽഹി ജനത എങ്ങനെ വിലയിരുത്തുന്നു എന്നതിനുള്ള ഉത്തരം കൂടിയാകും തിരഞ്ഞെടുപ്പ് ഫലമെന്ന തിരിച്ചറിവ് ആം ആദ്മി പാർട്ടിക്കുണ്ട്. അതേസമയം തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് 40 താരപ്രചാരകരുടെ പട്ടികയാണ് ആം ആദ്മി പാർട്ടി പുറത്തുവിട്ടത്. മുഖ്യമന്ത്രിയുടെ ഭാര്യ സുനിത കേജ്രിവാൾ മുതൽ കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ജയിലിൽ കഴിയുന്ന സത്യേന്ദർ ജെയിൻ എന്നിവരുടെ പേരുകളും പട്ടികയിലുണ്ട്. തിരഞ്ഞെടുപ്പ് കണക്കിലെടുത്ത് കേജ്രിവാളിന് ഇടക്കാല ജാമ്യം അനുവദിക്കുന്ന കാര്യം പരിഗണിക്കാമെന്ന സുപ്രീം കോടതിയുടെ പരാമർശത്തിന് പിന്നാലെ അരവിന്ദ് കെജ്രിവാളിന്റെ പേരും പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 2014 65.1% ഡൽഹിയിലെ പോളിംഗ്. 2019 60.5%. 25 നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ ഡൽഹി എങ്ങനെ വോട്ട് ചെയ്യുമെന്നാണ് ഇനി കാണേണ്ടത്.